ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനിവാസൻ വേദന വക്കീൽ നോട്ടീസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ മത്സരത്തിൽ നിന്നും ഒഴിവാവുകയും അതിൽ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണം. ആ സമരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കും ജീവൻ അപകടത്തിലായവർക്കും. അതാണ് ആ നോട്ടീസിലുള്ളത്. ദേഷ്യത്തോടുകൂടി ശ്രീനിവാസൻ എഴുന്നേറ്റിട്ട് അവൾ ഒലത്തും എന്ന് പറയുകയാണേ. ശ്രീനിവാസന്റെ ഒരു മുഖം മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ, മറ്റൊരു മുഖം അവൾ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ എന്താ വക്കീൽ നോട്ടീസിൽ വായിച്ചു നോക്ക് എന്ന് പറയാൻ കേട്ടോ ശ്രീനിവാസൻ. അന്നത്തെ ആ സമരത്തിലെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും അതുപോലെ നഷ്ടം സംഭവിച്ചവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അതുപോലെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞാൻ നിൽക്കരുതെന്നും മത്സരിക്കരുതെന്നും ഒക്കെയാണ് അവളതിൽ വാദിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതവൾ മനഃപൂർവ്വം തന്നെ ചെയ്തിട്ടുള്ളതാണ്. വിക്രത്തിനെ ശ്രീനിസാറിനെയും തമ്മിൽ വേർപെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇടയിലൊരു കണ്ണിയായിട്ട് അവൾ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ശ്രീനിസാറിനെ കൊടുക്കാനും കൂടിയിട്ട് അവൾ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പുളിക്കനും പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ സൂക്ഷിക്കണമെന്ന്, അവൾ ബുദ്ധി വെച്ചിട്ട് കളിക്കുന്നതെന്ന് പറയും. അങ്ങനെ ശ്രീനിസാർ പറയുന്നത്, നീ പോയിട്ട് വിക്രത്തിനോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. അങ്ങനെ വിക്രത്തിനെ വിളിക്കാൻ കേട്ടോ. അതെ വിക്രസ്വാമി, അതെ ഞാൻ പുളിക്കസ്വാമിയാണ്. അയ്യോ സോറി വിക്രസ്വാമി, ഞാൻ പുളിക്കനാണ്. അതെ വേദവക്കീല് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് ശ്രീനിസാറിന്. ആ സമരത്തിന്റെ കാര്യം പറഞ്ഞിട്ടേ അത് ഇത്തിരി വലിയ പ്രശ്നമായിരിക്കാണ്, ഒന്നിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ടേ. ഇനിയിപ്പോൾ സംഭവം പൊളിക്കും എന്നൊക്കെ പുളിക്കാൻ പറയുന്നുണ്ടേ. പിന്നെ കാണിക്കുന്നത് ശ്രീജനെ കൊണ്ട് ബാങ്കിലേക്ക് വരികയാണ് കേട്ടോ വേദ. അപ്പോൾ ശ്രീജയ്ക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയണേ. എന്തിനാണ് ശ്രീജ അടുത്ത് പേടിക്കുന്നത്? ഇത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ഒരു ലോണൊക്കെ കൊടുക്കുന്ന ബാങ്കാണ്. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. 10 ലക്ഷം രൂപ വരെ കിട്ടും. അയ്യോ 10 ലക്ഷമോ? അത്ര എടുക്കാനല്ല, നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി, ശ്രീചാർത്തി പേടിക്കാതെ വാ എന്ന് പറഞ്ഞ് ബാങ്ക് മാനേജർ അടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ വേദ മുമ്പേ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ശ്രീജ അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ മാനേജർ. അതെ. എന്നിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങാനാണ്, വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചായപ്പുണ്ട്, അതിലാണ് ബിസിനസ് ആരംഭിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ 50,000 രൂപയല്ലേ വേണ്ടതെന്ന് പറയും. തൽക്കാലം അത്രയും മതി, ഇനി പിന്നെ ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് അപ്പം ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് പോരുന്നുണ്ടേ. അങ്ങനെ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജ വീട്ടിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ ആവശ്യം ചോദിക്കും, നീ എവിടെ പോയിരുന്നു ശ്രീജയെ? എന്നെ വേദ ബാങ്കിലേക്ക് കൊണ്ടുപോയതാ. ബാങ്കിലേക്കോ? അന്നത്തെ ഒരു ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ വേദ, അതിന് വേണ്ടിയിട്ടാ ലോണിന് അപേക്ഷിക്കാൻ. അത് വേദ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ? ഞാൻ വിചാരിച്ചതൊരു തമാശയാണെന്ന് പറയട്ടോ. തമാശയൊന്നുമല്ല, സീരിയസ് ആയിട്ട് തന്നെയാണ്. മുളകും മല്ലിയും ഒക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കും, എന്നിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ട് പാക്കറ്റുകളാക്കിയിട്ട് കൊണ്ടുപോയി വെക്കും. എവിടെ? കടകളിൽ. വിശ്വേട്ടന് കൊണ്ടുപോയി വിൽക്കാലോ, ഒരു വണ്ടി സംഘടിപ്പിച്ച അതിൻ്റെ കാര്യമുള്ളൂ. അതൊക്കെ വേദ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല എന്നാലും പിന്നെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ വിശ്വേട്ടാ എന്ന് പറയട്ടോ. ശരി, പക്ഷേ ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് പൊളിഞ്ഞാലോ എന്ന് പറയട്ടോ. എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നല്ല രീതിയിൽ ചിന്തിക്കുക. എന്തായാലും സാരമില്ല, വേദ പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്, നമുക്ക് നോക്കാം എന്ന് പറയട്ടെ. മോളെ പേരല്ലേ ഇടാന്ന് പറഞ്ഞ്, മോളെ പേരിട്ടാലോ? അല്ല, ശ്രീ പ്രൊഡക്ട്സ് എന്നാണ് വേദ പറഞ്ഞിരിക്കുന്നത്. അത് വേദയുടെ അഭിപ്രായമാണ് കേട്ടോ. നമുക്ക് മോളെ പേരിടാം. വേണ്ട, ഇനി പൊളിഞ്ഞെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ മോളുടെ പേര് ആദ്യമായിട്ട് ഇടുന്നത് അത് വേണ്ട എന്ന് പറയട്ടോ. എന്നാ വേണ്ട എന്ന് പറയും. അതെ, എന്തായാലും വിശേട്ടൻ ഇത് നോക്കി നടത്തണം. ഞാൻ നോക്കി നടത്തണം. ഇത് നിൻ്റെ കമ്പനി, നീ മുതലാളി, ഞാൻ തൊഴിലാളി. നിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം മേടിച്ച് എൻ്റെ വിഹിതം ഞാൻ ഈ വീട്ടിൽ കൊടുക്കും. ഞാൻ വെറും 7ാം കൂലിയല്ലാന്ന് അവരറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരിങ്ങനെ സന്തോഷിക്കുന്നുണ്ടേ. അതിന് ശേഷം കാണിക്കുന്നത് വിക്രം വേദന ഓഫീസിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. വേദനക്കകത്ത് വേദ ഓട്ടോ ഇറങ്ങി വരികയാണ്. അപ്പോൾ വിക്രത്തിനെ കാണുമ്പോൾ, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കും. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടതല്ലേ, പിന്നെന്താ ഇവിടെ വന്നിട്ട് കാണാനായിട്ട്? പിന്നെ സാമ്യമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള തോന്നലുകളൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല കേട്ടോ എന്ന് പറയട്ടോ. അയ്യടാ, നിന്റെ തിരുമോന്ത കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാടി എന്ന് പറയട്ടോ. ആണോ? എന്നിട്ട് എന്നാ പറഞ്ഞോ വിക്രം സ്വാമി എന്ന് പറയട്ടോ. എന്നിട്ട് പറയും, നിന്നോട് ദേഷ്യം വന്നിട്ട് വിക്രത്തിനെ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ആൾക്കാരൊക്കെ കേൾക്കും, ഒന്നില്ലെങ്കിൽ സ്വാമിയല്ലേ, അതെങ്കിലും ചിന്തിച്ചൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് പറയും, കാര്യം എന്താ എന്നെ കാണാൻ വന്നത്? നീ വക്കീൽ നോട്ടീസ് അയച്ചോ ശ്രീനിസാറിന്? അയച്ചു. ഇതാണോ കാര്യം? പിന്നെ അതല്ലേ കാര്യം, നീ എന്തിനാണ് വക്കീൽ നോട്ടീസ് അയച്ചത് നോക്കിയോട്ടോ. അപ്പം അതെൻ്റെ ജോലിയാണ് വിക്രസ്വാമി. അതെ, വക്കീൽ നോട്ടീസ് അയക്കുക, കേസ് അന്വേഷിക്കുക, കേസ് വാദിക്കുക, അവരുടെ ഒന്നും തരുന്ന ഫീസ് വാങ്ങിച്ച് ജീവിക്കുക, ഇത് തന്നെയാണ് എൻ്റെ തൊഴിൽ. എന്നാൽ തൊഴിലുടനെ തന്നെ നിർത്തേണ്ടി വരും എന്ന് പറയാൻ കേട്ടോ. സാധ്യമല്ല എന്ന് തന്നെ മുഖത്ത് നോക്കിയിട്ട് വേദ പറയാൻ കേട്ടോ.
നിങ്ങൾ ഗുണ്ടാത്തല്ലും ഗുണ്ടാപ്പണിയും ഗുണ്ടാപ്പിരിവൊക്കെ ആയിട്ട് നടക്കുകയല്ലേ. അതുപോലെയല്ല ഞാൻ മാന്യമായിട്ട് അന്തസ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾക്കത് നിർത്താൻ തറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ അന്തസ്സായിട്ട് ചെയ്യുന്ന ഒരു ജോലി നിർത്തുന്നത് എന്ന് പറയും. ഞാൻ ഗുണ്ടാപ്പിരിവൊന്നും നടത്താറില്ല. ഇല്ലേ, മാർക്കറ്റിൽ പോയിട്ട് പിരിവ് നടത്തുന്നത് ഗുണ്ടാപ്പിരിവല്ലേ. അത് ശ്രീനിസാർ പലിശയ്ക്ക് കൊടുത്തിരിക്കുന്ന പണം പിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിനെ തന്നെയാണ് ഗുണ്ടാപ്പിരിവ് എന്ന് പറയുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾക്ക് 900 രൂപ ഒരു ദിവസം കൊടുത്തിട്ട് അതിന് 10 രൂപ 100 രൂപ പലിശ വാങ്ങിച്ച് 1000 രൂപയ്ക്ക് തിരിച്ചു വാങ്ങുന്നതല്ലേ നിങ്ങൾ ഗുണ്ടാപ്പിരിവ്. അതിന് ഗുണ്ടാപ്പിരിവ് എന്നല്ല അത് എന്ത് പറയാൻ, അതിന് വേറൊരു രീതിയിലും പറയാന്ന് വിക്രം പറയാണ് കേട്ടോ. തൊഴിൽ ചെയ്യാനായിട്ട് കാശില്ലാതെ നിൽക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിച്ച് അവർ ആ തൊഴിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വേതനത്തിൽ നിന്ന് ഒരു തുച്ഛമായൊരു തുക ലാഭമായിട്ട് ഇവർക്ക് കൊടുക്കുന്നു. അത് ആ പൈസയ്ക്ക് പലിശ പോലെ കൊടുക്കുന്നു. അത് അങ്ങനെ വിചാരിച്ചാലും മതി. ഓഹോ, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നടക്കുന്നുണ്ടല്ലേ. എന്നാലേ അത് വെച്ചിട്ട് നിങ്ങളുടെ ശ്രീനിസാറിനോട് വക്കീൽ നോട്ടീസിന് മറുപടി തരാൻ പറയും. അതാണ് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാൻ കേട്ടോ. വേദേ നീ കളിക്കല്ലേട്ടാ എന്ന് പറയട്ടോ. നീ ഇത് വെറുതെ തീക്കൊള്ളി കൊണ്ടാണ് പുറം ചൊറിയാൻ നോക്കുന്നത്. ആഹാ, ഡയലോഗൊക്കെ കൊള്ളാലോ. അതെ, ഒരു കാര്യം ചെയ്യും. ഈ തിരുവനന്തപുരത്താണ് ഈ സീരിയലുകാരൊക്കെ തമ്പടിച്ചിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ അതിൽ വല്ല കഥ എഴുതാൻ പോക്കോ. ഇതൊക്കെ സീരിയലിൽ പോകും, പക്ഷേ എൻ്റെ അടുത്തതൊന്നും പോകൂല കേട്ടാന്ന് പറയട്ടോ. വേദേ ഞാൻ വീണ്ടും പറയാണ്, ഇതൊന്നും നിന്റെ കയ്യിൽ നിൽക്കൂല. വലിയ പുള്ളികളാണ്. ആഹാ, പിന്നെയും 5 ഡയലോഗ്. എന്നാൽ ഞാനൊരു ഡയലോഗ് അങ്ങോട്ട് തിരിച്ചടിക്കട്ടെ. അതെ, ചൂണ്ടിടുമ്പോൾ ചെറിയ നത്തോല് കുടുങ്ങിയിട്ട് എന്താ കാര്യം? ഒരു തിമിങ്കലെങ്കിലും കുടുങ്ങട്ടെ. അതല്ലേ വേണ്ടത്. എന്നെയുണ്ട് 5 ഡയലോഗ്. ഒരു 3-4 കൂടെ പറയട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വേദ. അപ്പോൾ വിക്രം ദേഷ്യം വന്നിട്ടേ വേദന ഇങ്ങനെ നോക്കാണ് കേട്ടോ. വേദാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ ശ്രീനിസാറിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പറയും, ആ ശ്രീധരനെ കണ്ടിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശ്രീധരനെ കണ്ടിട്ടൊന്നുമല്ല. ശ്രീധരന് 100 വക്കീൽ വേറെ കിട്ടും. പക്ഷേ എനിക്കിതുപോലൊരു കേസ് ഒന്നേ കിട്ടുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. സ്വാമിയായിട്ട് കള്ളം പറയാൻ പാടില്ല കേട്ടോ. അന്ന് അച്ഛൻ്റെ ബാഗിൽ ആ മയക്കുമരുന്ന് വെച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. അതാരാണ്? ഞാനത് കണ്ടുപിടിക്കും. എന്നാലും നിങ്ങൾ പറയും എന്ന് പറയട്ടോ. ഒന്നും പറയാതെ വിക്രം അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നെ ശ്രീനിസാറിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ശ്രീനിസാർ പറയുകയാണേ, എന്നാലും വേണ്ടായിരുന്നു, വേദന എടുത്ത് അതൊന്നും ചെന്ന് പറയണ്ടായിരുന്നു. പിന്നെ ചോദിക്കേണ്ടേ സാറേ? എന്നിട്ട് ചോദിച്ചിട്ട് എന്തുണ്ടായി? എന്തെങ്കിലും നേട്ടം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്ന് പറയട്ടോ. അന്ന് ആ സമരപ്പന്തലിൽ വന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തില്ല അവള്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിക്രത്തിനോട്. ഞാൻ ആ സമരം സന്ധ്യയാക്കിയിട്ട് സമരം ഒത്തുതീർപ്പാക്കാൻ വിക്രത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമരം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാണ് വേണ്ടത്. അല്ലാതെ അത് സന്ധ്യയാക്കി ഇല്ലാതാക്കല്ല ചെയ്യേണ്ടത്. സമരം അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പിന്നെ അന്ന് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ പുളിക്കാൻ പറയും, അതെ നീട്ടി കൊണ്ടുപോകണമായിരുന്നു സമരം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, അല്ല വേദ തന്നെയാണല്ലോ അതിൽ വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഇടപെട്ട് ആ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് പറയും കേട്ടോ. ഓഹോ, അപ്പം വേദനെ ന്യായീകരിച്ചൊക്കെ വിക്രം സംസാരിച്ച് തുടങ്ങി അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ശ്രീനി സാർ. അയ്യോ, ഇത് ന്യായീകരിച്ച് പറഞ്ഞതല്ല സാർ, അന്ന് ഉണ്ടായ സംഭവം പറഞ്ഞതാണെന്ന് പറയട്ടോ. എടോ, അതൊക്കെ അവളുടെ ഒരു കള്ളത്തരങ്ങളാണ്. അത് അവളുടെ അപ്പൂപ്പനായിട്ടുണ്ടാക്കിയ കമ്പനിയാണ്. അതിനൊരു മോശപ്പേരുണ്ടെങ്കിൽ അത് അവൾക്കും കൂടി ബാധിക്കൂലേ? അതുകൊണ്ടാണ് അവൾ അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തി വിക്രത്തിനെ രക്ഷിക്കാനായിട്ടെന്നുള്ള രീതിയിൽ വന്നത്. അവളുടെ കമ്പനി നശിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അതിലിടപെട്ടത്. അല്ലാണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊക്കെയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് എന്ന് വിക്രത്തിനോട് ചോദിക്കുകയാണ് കേട്ടോ ശ്രീനി സാറ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും വിക്രം വേദന വാക്കുകളിൽ വീഴാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പുളിക്കനും പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ സുധയും പറയുന്നുണ്ട്, എന്തായാലും ഇവിടുത്തെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മാലയിടിച്ചത്. എന്തായാലും അത് വേണ്ടായിരുന്നു. അപ്പോൾ പറയും, വീട്ടുകാർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാറേ ഞാനതങ്ങനെ ചെയ്തതെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീനി സാർ പറയുന്നുണ്ട്, വീട്ടുകാർക്ക് സന്തോഷമായി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ വേദന വാക്ക് അനുസരിക്കാനും തുടങ്ങി എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരർത്ഥം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതിന് വിക്രത്തിനൊന്നും മറുപടി ഇല്ല കേട്ടോ. അപ്പോൾ സുധയും പറയുന്നുണ്ട്, ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരല്ലേ, പരസ്പരം ഇഷ്ടപ്പെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പരമാവധി വേദനെ കുറ്റപ്പെടുത്താനും വേദനയും വിക്രത്തിനെ തമ്മിൽ അകറ്റാനുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ ശ്രീനി സാറും സുധയും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വിക്രം പറയുന്നുണ്ട്, അന്ന് ആ സമരം നടക്കുമ്പോൾ അതിലേക്ക് ഒരു 5-6 പേര് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഈ സമരം തുടങ്ങാൻ പറഞ്ഞത് സാറിൻ്റെ നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ ആ 5-6 പേരെ ഗുണ്ടകളായിട്ട് അവിടേക്ക് അയച്ചത് സാറാണെന്നൊന്നും പാർട്ടിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ
ആ സ്ഥലത്തേക്ക് വേദ എത്തിയത് അങ്ങനെ അപൂർവമായിട്ട് പെട്ടെന്നൊരു ഇതിലൊന്നുമല്ല. വേദയ്ക്ക് ഒരു ഫോൺ കോൾ വന്നതിന് ശേഷമാണ് വേദ അവിടെ എത്തുന്നത്. ഫോൺ കോളോ, എന്ത് ഫോൺ കോള് എന്ന് ശ്രീനി സാർ ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട് ശ്രീകാന്തിനെ ആരോ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സമരം നടത്തും എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അവിടേക്ക് 5-6 ഗുണ്ടകളെയും കൊണ്ട് ശ്രീകാന്ത് വന്നത്. ശ്രീകാന്ത് ഈ വിവരം അച്ഛനോട് പറയുന്നത് ദീപ്തി കേട്ടിട്ട് ദീപ്തിയാണ് വേദനോട് വിളിച്ച് പറഞ്ഞത് സമരപന്തലിലേക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയാണ് വേദ അവിടെ എത്തിയത്, അല്ലാണ്ട് യാദൃശികമായിട്ടൊന്നും എത്തിയതൊന്നുമല്ല. അവൾ മനഃപൂർവ്വമായിട്ട് അങ്ങോട്ട് വന്നതാണെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീനി സാർ പറയും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരായിരിക്കും? പുളിക്കൻ ആകെ ഞെട്ടിപ്പോകാൻ കേട്ടോ. പുളിക്കനാണല്ലോ ശ്രീകാന്തിനെ വിളിച്ച് പറഞ്ഞത്? അതെനിക്കറിയില്ല, പക്ഷേ ശ്രീകാന്തിനെ വ്യക്തമായിട്ട് ഈ സമരത്തിൻ്റെ കാര്യം ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പുളിക്കാനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരു കാര്യം ചെയ്യും വിക്രം ഇനി നമ്മൾ തമ്മിലുള്ള ഒരു കാര്യങ്ങളും വേദന മുന്നിൽ വെച്ചിട്ട് ചർച്ച ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് യാതൊരു കാരണവശാലും ഒന്നും അറിയരുത്. പിന്നെ സമരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവൾ എന്നെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരിക്കലും അതിൽ പ്രതിയാകൂലെന്ന് നിനക്കറിയാലോ. ഞാനതിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടില്ല. അതിന് കോർഡിനേറ്റ് ചെയ്തത് ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കാനുണ്ട്. അതെ, ഞാൻ തന്നെയാണ് അത് എന്ന് വിക്രം പറയാൻ കേട്ടോ. എനിക്കെതിരെയാണ് ഇപ്പോൾ അവൾ ശരിക്കും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. പിന്നെ ഞാനതിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സാറിൻ്റെ പേര് ഞാൻ പുറത്ത് പറയില്ല. അത് ഞാൻ സാറിന് വാക്ക് തരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രമാണ് ആ കേസിലൂടെ കുടുങ്ങുക എന്നുള്ളത് വേദയ്ക്ക് വേദയ്ക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ശ്രീനി സാർ പറഞ്ഞിട്ട് ഈ ഒരു കാര്യം താൻ അവളോട് ഇപ്പം പറയരുതെന്ന് പറയാൻ കേട്ടോ. അന്നേരം സുധയം പറയുന്നുണ്ട് കേട്ടോ, വിക്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് വേദ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസുമായിട്ട് വേദ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ സുധയം പറയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകാണ് കേട്ടോ. അപ്പോൾ ശ്രീനി സാർ പറയുന്നുണ്ട് പുളിക്കാൻ വിളിക്കാൻ കേട്ടോ. അയ്യോ സാറേ, ഞാനല്ല ശ്രീകാന്ത് സാറിനോട് പറഞ്ഞത്. അതല്ല, ആരാണ് പറഞ്ഞതെന്ന് ഉടനെ തന്നെ കണ്ടെത്തണം. ഓ, അത് ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറയാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിട്ട് പോകാണ് കേട്ടോ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയുള്ള വക്കീലന്മാരൊക്കെ പറയുന്നുണ്ട് ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും വലിയ വലിയ കേസുകളൊക്കെ കിട്ടി തുടങ്ങിയല്ലോ എന്ന് പറയണ്ട. അപ്പോൾ വേറൊരു വക്കീൽ പറയുന്നുണ്ട് അതെ, ബുദ്ധിയും കഴിവുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കേസുകളൊക്കെ സാറ് കൊടുക്കുന്നത്, അല്ലാണ്ട് അതിൽ കുശുമ്പ് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയാൻ. അങ്ങനെ പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ വിനായകൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിനായകൻ ചേട്ടാ വിളിക്കാൻ കേട്ടോ. അപ്പോൾ എന്തിനാണ് വേദനയോട് വരാൻ പറഞ്ഞത്? അതെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് അതാവില്ല, സംസാരിക്കാനാവില്ല. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഞാൻ സംസാരിക്കുമ്പോഴേ കുറച്ച് ആൾക്കാർ കൂടെ എൻ്റെ കൂടെ ഉണ്ടാവും. അവർ വേറൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏതാൾക്കാർ എന്ന് ചോദിക്കാൻ കേട്ടോ. അതൊക്കെ ഉണ്ട്. എന്താ വിനായകൻ ചേട്ടൻ പേടിയുണ്ടോ? പേടിയോ? എന്തിന് പേടി? എന്നാ വാ, നമുക്കൊരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോകാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറയാം. അതിനെന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ വാ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.